ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗിന്റെ പേരിൽ 12 ലക്ഷം രൂപ കബളിപ്പിച്ചതായുള്ള പരാതിയിൽ യുവാവ് പിടിയിലായി. പന്തളം മങ്ങാര സ്വദേശിയുടെ പരാതിയിൽ മലപ്പുറം കാളികാവ് സ്വദേശി ജിൻഷിദാണ് പിടിയിലായത്. ക്രിപ്റ്റോ കറൻസി ഓൺലൈൻ ട്രേഡിംഗിൽ വൻ ലാഭം വാഗ്ദാനം ചെയ്താണ് പണം തട്ടിയത്. ഇടപാടിന്റെ തുടക്കം ടെലിഗ്രാം അക്കൗണ്ട് മുഖേനയാണ്. തുടർന്ന് നേഹ എന്ന് പേര് നൽകിയിരുന്ന അക്കൗണ്ടിൽ നിന്നും മാങ്ങാരം സ്വദേശിനിയെ ബന്ധപ്പെട്ടു. മോജ് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ നിർദ്ദേശിച്ചു. ക്രിപ്റ്റോ കറൻസി ഓൺലൈൻ ട്രേഡിംഗിൽ വൻ ലാഭം വാഗ്ദാനം ചെയ്താണ് പണം വാങ്ങിയത്. വിവിധ ഇടപാടുകളിലായി 12,17,697 രൂപ കൈമാറി. കഴിഞ്ഞ വർഷം നവംബർ 6-നും 14-നും ഇടയിലാണ് പണം നൽകിയത്. ദേശസാൽകൃത ബാങ്കിന്റെ പന്തളം തോന്നല്ലൂർ ശാഖയിലെ അക്കൗണ്ടിൽ നിന്നും മറ്റ് ധനകാര്യ സ്ഥാപനത്തിന്റെ അടൂർ ശാഖ വഴിയുമാണ് പണം നൽകിയത്. ഡൽഹിയിലുള്ള ഒരാളുടെ അക്കൗണ്ട് വഴി പണം സ്വീകരിച്ചു. തുടർന്ന് വാണിജ്യ ബാങ്കിന്റെ മലപ്പുറം വണ്ടൂർ ശാഖയിലുള്ള ദിൻഷാദിന്റെ അക്കൗണ്ടിലേക്ക് 99,000 രൂപ എത്തി. പിന്നീട് ഇയാൾ പണം പിൻവലിച്ചതായും വ്യക്തമായി. നവംബർ 27-ന് വിശ്വാസവഞ്ചനയ്ക്കും IT നിയമപ്രകാരവും പന്തളം പോലീസ് കേസെടുത്തു. പണം നഷ്ടപ്പെട്ടെന്ന പരാതി സൈബർ പോലീസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തു. പണമെത്തിയ അക്കൗണ്ട് കൂടാതെ മറ്റ് 2 ബാങ്ക് അക്കൗണ്ടുകളും പ്രതിക്കുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഇടപാട് വിവരങ്ങൾക്ക് പോലീസ് ബാങ്ക് അധികൃതരെ സമീപിച്ചിരിക്കുകയാണ്. ജിൻഷാദ് പിൻവലിച്ച പണം മറ്റാർക്ക് കൈമാറി, ഏതെല്ലാം തരത്തിൽ ഉപയോഗിച്ചു എന്നീ വിഷയങ്ങൾ കൂടി അന്വേഷണ പരിധിയിലുണ്ട്. വിശദാന്വേഷണത്തിന് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് പന്തളം പോലീസ്. DYSP S സന്തോഷിന്റെ മേൽനോട്ടത്തിൽ CI പ്രതീഷാണ് കേസ് അന്വേഷിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.